കൊച്ചിയിൽ ഡി.ജെ. പാർട്ടികൾക്കുള്ള നിയന്ത്രണം തുടരും. നഗരത്തിലെ ഹോട്ടലുകളിൽ രാത്രി 11-ന് ശേഷം ഡി.ജെ. പാർട്ടികൾ പാടില്ല നിയന്ത്രണം തുടരുമെന്ന് പോലീസ് അറിയിച്ചു. രാഗിനുണ്ട്. രാഗിൻ, ലഹരിയുടെ ഹബ്ബായി നഗരങ്ങൾ മാറുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നേരത്തെ തന്നെ നിയന്ത്രണം കൊണ്ടുവന്നത്. അത് നിലനിൽക്കുമെന്നാണോ? എന്താണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും പരിശോധനയുമായി ബന്ധപ്പെട്ടും തുടർന്നൊക്കെയുള്ള കാര്യങ്ങൾ സമയമൊക്കെ സംബന്ധിച്ച് അറിയിപ്പ് വരുന്നത്? പ്രജീഷ്, കൊച്ചി സിറ്റി പോലീസ് പരിധിയിൽ രാത്രി 11 മണിക്ക് ശേഷം ഹോട്ടലുകളിൽ ഡി.ജെ. പാർട്ടിയും അതോടൊപ്പം തന്നെ ഉയർന്ന ഡെസിബലിലുള്ള സംഗീത പരിപാടികളും നടത്തുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അത് പാടില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. ആ ഉത്തരവ് എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് 15 ദിവസവും കൂടി ഈ നിയന്ത്രണം തുടരും എന്നതാണ് പോലീസ് സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നേരത്തെ പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ കൊച്ചിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ കേസുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഡി.ജെ. പാർട്ടികളിൽ ഉണ്ടാകുന്നു എന്ന ബോധ്യം അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ ഡി.ജെ. പാർട്ടികളൊക്കെ പലതും ഡ്രഗ് പാർട്ടികളിലേക്ക് ആയി മാറുന്നു എന്ന വിവരവും പോലീസിന് മുന്നിൽ വന്നിരുന്നു. കൊച്ചിയിലെ ആഡംബര ഹോട്ടലിലെ വൈറ്റ് കോളർ ഡ്രഗ് പാർട്ടി, അതോടൊപ്പം തന്നെ കൊച്ചി ഡ്രഗ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് കെവിൻ എന്ന് പറയുന്നയാളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾ ഈ ലഹരി പാർട്ടികളിലെ അല്ലെങ്കിൽ ഡ്രഗ് പാർട്ടികൾ ഡി.ജെ. പാർട്ടികളിലെ പ്രധാനപ്പെട്ട ഡ്രഗ് ഡീലറാണ് എന്ന വിവരമടക്കം പോലീസിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിരുന്നു. അങ്ങനെ ഒരു കെവിന്റെ അറസ്റ്റ് വളരെ സുപ്രധാനമായി ഇതിലേക്ക് വരികയും ചെയ്തിരുന്നു. ഇതിന്റെ അടക്കം അടിസ്ഥാനത്തിലാണ് ഇത്തരം നിയന്ത്രണങ്ങൾ പോലീസ് കൊണ്ടുവന്നത്. മാത്രമല്ല, ഈ ഡി.ജെ. പാർട്ടികളിലടക്കം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു എന്ന വിവരവും പോലീസിന് ഉണ്ടായിരുന്നു. അത്തരം കേസുകളും ഈ വിവരങ്ങൾക്ക് ഉപോത്ബലകമായിട്ട് ചേർത്ത് വെക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിനെ വ്യക്തമാക്കുന്ന കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. ഇതിന്റെ അടക്കം അടിസ്ഥാനത്തിലാണ് ഈ ഡി.ജെ. പാർട്ടികൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഹോട്ടലിലെ പ്രവർത്തന സമയം അല്ലെങ്കിൽ അത് മാനദണ്ഡമാക്കേണ്ട, മറിച്ച് ഈ പറയുന്ന 11 മണിക്ക് ശേഷം ഡി.ജെ. പാർട്ടികൾ അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാട് പോലീസ് എടുത്തിരുന്നു. അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുകയാണ്. പ്രത്യേകിച്ചും ഈ ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെയുള്ള പരിശോധനകൾ വിപുലമായ രീതിയിൽ കൊച്ചി സിറ്റിയിലാണെങ്കിലും റൂറലിലാണെങ്കിലും ഒക്കെ തന്നെ നടത്തിക്കൊണ്ടുവരികയാണ്. ഇതിന്റെ അടക്കം അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ നിയന്ത്രണം കൂടുതൽ ദിവസങ്ങളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്.